കാണുന്നത് വൈഫ് അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഓടി വരണ, ഇങ്ങോട്ട് വരല്ലേ അങ്ങോട്ട് പൊക്കോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരണേ. അപ്പം ഞാൻ എന്തൊക്കെ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി എന്തെങ്കിലും കണ്ട് പേടിച്ചാണെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ അടുത്തോട്ട് വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ബ്ലഡ് ഒഴുകി മൊത്തം ഡ്രസ്സിലൊക്കെ ഒഴുകി കിടക്കണയാണ്. ഞങ്ങൾക്ക് അവിടെ വല്ലാറുപാടത്തൊരു ഫിഷ് ഫാമുണ്ട്. അപ്പോൾ ഇന്നലെ അവിടെ ഹാർവെസ്റ്റിങ് നടക്കണ്ടായിരുന്നു. അപ്പോൾ വൈഫ് ഹാർവെസ്റ്റ് ചെയ്ത് അത് സെപ്പറേറ്റ് ചെയ്യണ സ്ഥലത്തായിരുന്നു നിന്നേച്ച്, ഞാൻ ഹാർവെസ്റ്റ് ചെയ്യണ സ്ഥലത്ത്. ഇതെല്ലാം വർക്കെല്ലാം കഴിഞ്ഞ് അവിടുത്തെ ജോലിക്കാരെല്ലാവരും പോകണമായിരുന്നു. ഒരു 10:30 ആയപ്പോൾ എല്ലാവരും പോയി. ഞാനും വൈഫും കൂടി വണ്ടി വളച്ച് പോരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ ചെരുപ്പ് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു ഹാർവെസ്റ്റ് ചെയ്ത സ്ഥലത്ത്. അപ്പം ഞാൻ ഒരു 400 മീറ്റർ ഉണ്ടാവും. ഞാനപ്പോൾ ആ ചെരുപ്പ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു സ്കൂട്ടർ എടുത്തിട്ട് അങ്ങോട്ട് പോയതാണ്. ഞാൻ പോയതിൻ്റെ പുറകെയാണ് ഈ പ്രശ്നം നടന്നത്. ഞാൻ ഏകദേശം ഒരു 7 മിനിറ്റെങ്കിലും എടുത്തിട്ടുള്ളതെന്നുള്ളതാണ് പോയി തിരിച്ചു വരാൻ. ഞാൻ ആ വണ്ടി എടുത്ത് പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നത് വൈഫ് അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഓടി വരണ, ഇങ്ങോട്ട് വരല്ലേ അങ്ങോട്ട് പൊക്കോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരണേ. അപ്പം ഞാൻ എന്തൊക്കെ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി എന്തെങ്കിലും കണ്ട് പേടിച്ചാണെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ അടുത്തോട്ട് വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ബ്ലഡ് ഒഴുകി മൊത്തം ഡ്രസ്സിലൊക്കെ ഒഴുകി കിടക്കണയാണ്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് പറയണത് 3 പേര് വന്ന് മാസ്ക് ഇട്ടവർ എന്നെ ഇരുമ്പോടി വെച്ച് അടിച്ച് എൻ്റെ തല പൊട്ടി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കണയാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഞാനത് ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു 3 പേര് അങ്ങോട്ട് വന്നു. ആദ്യം നടന്നു വന്നു, കുറച്ച് അടുത്തായിട്ട് അവർ തിരിച്ചങ്ങോട്ട് നടന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് അവർ നടന്നിങ്ങോട്ട് വരാൻ മൊബൈലെടുത്തു എന്നെ വിളിക്കാൻ വേണ്ടി. അപ്പോഴാണ് അവർ ഇരുമ്പോടിയായിട്ട് ഓടി വന്നിട്ട് കുറേ തെറിയും പറഞ്ഞുകൊണ്ടാണ് അടിച്ചതെന്നാണ് പറയുന്നത്. ഇതിന് പിന്നിൽ ആരാണെന്നാണ് സംശയിക്കുന്നത്? ഇതിന് പിന്നിൽ ഞങ്ങൾക്ക് ഓൾറെഡി അവിടെ എൻ്റെ വൈഫിനും എനിക്കും വധഭീഷണി നേരത്തെ ഉണ്ട്. ഇതിന് മുന്നും ഒരു പ്രാവശ്യം 2 മണിക്ക് രാത്രി 2 മണി ഹാർവെസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടുത്തെ തന്നെ പ്രാദേശിക ഒരു നേതാവുണ്ട്, തിലകൻ എന്ന് പറഞ്ഞുകൊണ്ട്, CPM ഉണ്ട്. പുള്ളി ഒരു പ്രാവശ്യം വണ്ടി വൈഫ് പോണ വഴിക്ക് വണ്ടി വട്ടം വെച്ച് കുറേ ഭീഷണി ഉണ്ടായിരുന്നു. അവിടെ മോഷണം നടത്തിയ ആൾക്കാരെ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞായിരുന്നു ഭീഷണി. അത് നമ്മൾ കേട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് സ്ഥിരമായിട്ട് കൊല്ലും, അടിക്കും, ഓടിക്കും, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ. നമ്മൾ പക്ഷെ മൈൻഡ് ചെയ്യണില്ലായിരുന്നു. അപ്പം നമ്മുടെ സേഫ്റ്റിക്കും കൂടിയാണ് ക്യാമറയൊക്കെ വെച്ചത്. ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടിയുടെ അരികിൽ കൂടിയാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാടുകളൊക്കെയാണ്. അങ്ങോട്ട് ഞങ്ങൾ രാത്രിയൊക്കെ പോണ വഴി കാണാം, അവിടെ റോഡിൻ്റെ നടുക്കൊക്കെ മദ്യപാനം അങ്ങനെയുള്ള ഒരുപാട് പെൺപിള്ളേരൊക്കെ വന്ന് പോകണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വൈഫൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളത് പല പ്രാവശ്യവും മുളവാട് സ്റ്റേഷനിലും കമ്മീഷൻ ഓഫീസർക്ക് പരാതിയൊക്കെ വരെ വിട്ടിട്ടുള്ളതാണ്, പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരെ വളർത്തി കൊണ്ടുവന്ന കുറച്ച് പേരുണ്ട് അവിടെ. ഇവരാണ് ഇപ്പോൾ ഈ തിലകൻ, ഒരു ഭഗവാൻ, സുജിത്ത്, അരുൺകുമാർ, ഇവരൊക്കെ കൂടി പ്ലാൻ ചെയ്ത് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ഒരു ആഴ്ച മുന്നേ വിളിച്ചിട്ട് പറഞ്ഞാൽ, എടോ ഇവരൊക്കെ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്, താൻ ശ്രദ്ധിക്ക്, എൻ്റെ വൈഫിനോട് ശ്രദ്ധിക്കാൻ പറ, ഇവിടെ നിന്നല്ല പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് അടിക്കുമെന്നാണ് ഇവന്മാർ പ്ലാൻ ചെയ്ത് വെച്ചേക്കണം, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു വെച്ചാൽ. പക്ഷെ ഞാൻ ഓർത്തത് എന്നെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വരുമായിരിക്കും. അപ്പോൾ വന്നോട്ടെ, എന്നോട്ടല്ലേ, അപ്പോൾ വന്നോട്ടെ, കുഴപ്പമില്ലാന്ന് വെച്ചിരിക്കണേ. പക്ഷേ എൻ്റെ വൈഫിന് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതിന് മുന്നേ പോലീസിലെ ത്രട്ടനിങ് ഒക്കെ ഉണ്ടായ സമയത്ത് പരാതി കൊടുത്തിരുന്നു, അതിലെന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ എല്ലാം ഉണ്ട്. ഒരു പ്രാവശ്യം ഞാനും വൈഫും ചെല്ലുന്ന സമയത്ത് ഒരു കൊലപാതക കേസിൽ, മർഡർ കേസിൽ പ്രതിയായിട്ടുള്ള സോജൻ എന്ന് പറഞ്ഞൊരു ക്രിമിനലാണെന്നാണ് പറഞ്ഞത്. പോലീസുകാരും പറഞ്ഞത് തന്നെ. അപ്പോൾ അയാളും അവിടുത്തെ തന്നെ പ്രാദേശികമായിട്ടൊരു ക്രിമിനലും കൂടി രാത്രി നമ്മുടെ കാറിന് വട്ടം വെച്ച് വാളൊക്കെ എടുത്ത് വീശി കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിയൊക്കെ പെടുത്തിയായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളത് 112 വിളിച്ച് പറഞ്ഞിട്ട് പോലീസുകാർ വന്നപ്പോഴാണ് ഇവർ പോയി കളഞ്ഞത്. പെട്ടെന്ന് വരികയും ചെയ്തു അവിടെ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവർ പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അയാളുടെ കൂടെ വന്ന കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞ അയാളുടെ വൈഫും പ്രഗ്നൻ്റൊക്കെയാണ്, എങ്ങനെ ഞങ്ങളൊന്ന് ഇതാക്കി താന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ആൾക്കാർ കൂടി പറഞ്ഞപ്പോൾ നമ്മൾ കേസെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് അവർ വിട്ടതാണ്. പക്ഷെ അവിടെ എന്തുകൊണ്ട് ഇത് ചെയ്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. ഇപ്പം പരിക്ക് എങ്ങനെയാണുള്ളത്? പരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെഡിൻ്റെ ഈ ബാക്ക് സൈഡിലായിട്ട് ഈ നീളത്തിൽ മുറിവുണ്ട്, 20 സ്റ്റിച്ചുണ്ട്, 10 സെൻറ്റിമീറ്റർ ആഴത്തിലാണ് ഈ അടി കെട്ടിയിട്ട് മുറിവുണ്ടായിരിക്കണത്. പിന്നെ 2 കൈക്കും ഫ്രാക്ചറുണ്ട്,
മുതുകിൽ ഉണ്ട്, റിബ്സിന് ഇൻറ്റേർണൽ എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഭയങ്കര പെയിനാന്ന് പറയുന്നത്. അതിൻ്റെ ചെക്കപ്പ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു.